सब छात्रों को हिंदी कक्षा का स्वागत। എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കബീർദാസിൻ്റെയും റഹീം ഖാൻ്റെയും രണ്ട് ദോഹകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. വളരെ ചെറിയ രണ്ട് ദോഹകളായിരുന്നു. നിങ്ങൾ നന്നായിട്ട് ആ ദോഹകൾ വായിച്ചിട്ടുണ്ടാവും. ദോഹ വായിച്ചിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിന് എങ്ങനെയാണ് അതിൻ്റെ ആശയം എഴുതാനുള്ളത്. ആശയം എഴുതുമ്പോൾ ആദ്യം ഈ കവിമാരെ കുറിച്ച് രണ്ട് സെൻറ്റൻസ് എഴുതിക്കണം. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട രണ്ട് സെൻറ്റൻസുകൾ നിങ്ങൾ എഴുതിക്കണം. അതിന് ശേഷം വരുന്ന ഭാഗമാണ് ഞാനിവിടെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഒന്നാമത്തെ ഹിന്ദി സാഹിത്യ കാ മഷ്ഹൂർ കവി കബീർദാസ് കാ ദോഹ കാ ആശയം. കബീർദാസിന്റെ ദോഹയുടെ ആശയമാണ് ആദ്യം ഇവിടെ പറയുന്നത്. നോക്കാം, ദോഹ ഏതായിരുന്നു? ദോഹ എന്ന് വായിക്കാം. ബടാ ഹുവാ തോ ക്യാ ഹുവാ ജൈസെ പേട് ഗച്ചൂർ പന്തി കോ ഛായ നാഹിം ഫൽ ലാകെ അതിതു. അല്ലേ, ഇതാണ് ദോഹ. ഇതിന്റെ ആശയം അർത്ഥം എങ്ങനെയാണ് എഴുതുക? ആശയം എഴുതുക. ദോഹമേ ഇസ് ദോഹമേ കബീർദാസ് കൈനാഹി. ഈ ദോഹയിൽ കബീർദാസ് പറയുന്നു എന്തെന്നാൽ ഗജുർ കെ പേട് ജൈസെ ബഡേ ഹോനെ സെ കുച്ച് ബി ഫായദ നഹീ. ഈന്തപ്പന മരം ഒരുപാട് വലുതായതുകൊണ്ടും യാതൊരുവിധ പ്രയോജനമില്ല. ആ മരം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇസ് പേട് സെ പതിക് കോ കോയി ഫായദ നഹീ മിൽത്ത. ഈ മരം കൊണ്ട് പതിക് യാത്രക്കാരന് യാതൊരു ഉപകാരവും കിട്ടുന്നില്ല, പ്രയോജനമില്ല. പേട് ലംബ ഹോനയ്ക്ക് കാരണം, മരം ഒരുപാട് ഉയരമുള്ളത് കാരണം പതിക് കോ ഛായ നഹീ മിൽത്ത, യാത്രക്കാരന് തണല് കിട്ടുന്നില്ല. ഔർ അത് മാത്രല്ല ഫൽ ബി ബഹ്തു ഊഞ്ചായി പർ, പഴങ്ങളാണെങ്കിൽ ഒരുപാട് ഉയരത്തിലാണ്. ഇസ്ലിയെ ബേബി അപ്ര, അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കിട്ടാത്തത് കൊണ്ട് ആ മരം കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പറയാം. ഇസ് ദോഹമേ യഹ് വ്യക്ത് കർത്താ ഹൈ കി, ഈ ദോഹയിൽ ഈ കാര്യം വ്യക്തമാണ്. എന്താണ്? ഹം ബടയൊക്കെ ദൂസറയ്ക്ക് മദത് നഹീ കരേത്തോ, നമ്മൾ വലുതായിട്ടും വലിയ ആളായിട്ടും മറ്റുള്ളവരെ സഹായിച്ചില്ലെങ്കിൽ ഉസ് ബഡ്പൻ സേ കോയി ഫായദ നഹീ, ആ വളർച്ച കൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രയോജനവുമില്ല. ദൂസറയ്ക്ക് ബലായി കർണമേ ഹി സച്ച് മേ ബഡ്പൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് വളർന്നുപോയി എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരം കൊണ്ടും പിന്നെ നമ്മുടെ കാഴ്ചയിലുള്ള വളർച്ച മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കലാണ് ഏറ്റവും വലിയ വളർച്ച. ഓരോ വയസ്സ് കഴിയുമ്പോഴും നമ്മുടെ ബുദ്ധിയിലും മാനസികമായിട്ടും ശാരീരികമായും മാറ്റങ്ങൾ ഉണ്ടാവും. അതിൽ നമ്മൾ മറ്റുള്ളവരെ അവർക്ക് നന്മ ചെയ്യണം, അവരെ സഹായിക്കണം. ഇതാണ് ഈ ദോഹയിലൂടെ കവി ഉദ്ദേശിക്കുന്നത്, കബീർദാസ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത റഹീം ഖാന്റെ ദോഹ നോക്കൂ. റഹീം വേ നർ ധന്യ पर उपकारी अंक बांडन पारे को लगे जियो മെഹന്തി को रंग. ഇതാണ് റഹീം ഖാന്റെ ദോഹ. ഈ ദോഹയുടെ ആശയം ഇതാ അവിടെ കൊടുത്തിട്ട് നോക്കൂ. റഹീം കാ കഹിനായിക്ക്, റഹീം പറയുന്നത് എന്തെന്നാൽ വേ നർ ധന്യ, അവർ ധന്യരാണ്, അവർ ഏറ്റവും നല്ല ആളുകളാണ്. ജോ സദാ ദൂസരംക്ക് ഉപകാരം കർണമേ വ്യസ്ത, അവർ എപ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി നടക്കുന്നവരാണ്. അവരാണ് ഏറ്റവും നല്ല മനുഷ്യർ. അവരെല്ലാം എപ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി നടക്കുന്നവർ. ജിസ് പ്രകാർ മെഹന്തി ബാണ്ടിനെ വാലയ്ക്ക് അങ്ക് പ്രഭി, എപ്രകാരമാണോ മൈലാഞ്ചി വിഭജിക്കുന്ന ആളുകളുടെ കൈകളിൽ പോലും മെഹന്തിക്ക രംഗ് ലഘുചാത്തി, ഈ മൈലാഞ്ചിയുടെ നിറം പതിക്കുന്നത് ഉസി പ്രകാരം, അപ്രകാരം പരോപകാരിക്ക ശരീരം, പരോപകാരം ചെയ്യുന്ന ആളുകളുടെ ശരീരം ബിശോഭിത് കത്തേത്ത, എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഉൻക ജീവൻ തന്നെ, അവരുടെ ജീവിതം ധന്യമാണ്, അവർ വിജയിച്ചവരാണ് എന്നാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിച്ചവർ എന്നാണ് ഈ ദോഹയിലൂടെ റഹീം ഖാൻ വ്യക്തമാക്കുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ദോഹയുടെ ആശയം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്തത് ഒരു പാഠഭാഗം വരുന്നത് ഒരു ബട്ടേഹു എന്ന് പറഞ്ഞ ലോകകഥ. അത് ഒരു അതിരിക്ത് വാചനാണ്, അഡീഷണൽ റീഡിംഗ് ആയിട്ട് വരും. അത് നമുക്ക് എക്സാമിന് ആ പാഠഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യന് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റെ വർക്കുകൾ ചെയ്യാവുന്നതും ആ പാഠത്തിൽ നിന്ന് വരുന്ന വർക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യണം.
അതിനോട് അനുബന്ധിച്ചിട്ട് വരുന്ന പേജ് നമ്പർ 59 വരുന്ന ഒരു പ്രധാനപ്പെട്ട വർക്കാണ് താഴെ കാണാം ഒരു കലണ്ടർ, ഒരു മാസത്തിലെ കലണ്ടർ ഇവിടെ കാണാം. ഒക്ടോബർ 2015. ഇതെന്തിനാ പഠിക്കുന്നത് വെച്ചാൽ ഹിന്ദി അക്ഷരങ്ങൾ എങ്ങനെയാണ്, അക്ഷരങ്ങളല്ല പിന്നെ നമ്പറുകൾ എങ്ങനെയാണ് ഹിന്ദിയിൽ എഴുതുക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ, അല്ലേ? ഇതെല്ലാം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് തിങ്കൾ, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഈ ഓർഡറിലാണ്. ഇത് ആദ്യം ഇതേപോലെ നോട്ട്സത്തിലേക്ക് ചെയ്ത് വെക്കുക ഈ കലണ്ടർ. എന്നിട്ട് തൊട്ടടുത്ത ഒക്ടോബർ 2015 കലണ്ടറാണ് ഈ കലണ്ടർ. നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും ഇനി വരാൻ പോകുന്ന മാസത്തെയും കലണ്ടറുകൾ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇതേപോലെ എഴുതുക. എന്നിട്ട് കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഡിസംബർ, അപ്പം നവംബർ, ഡിസംബർ, ജനുവരി 3 കലണ്ടറാണ് ഇതേപോലെ തയ്യാറാക്കേണ്ടത്. അതും 2020, നവംബർ, ഡിസംബർ 2020, ജനുവരി 2021. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നിങ്ങൾക്ക് 1, 2, 3 ഇങ്ങനെ അക്കങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ കള്ളി, പെൻസിലുകൊണ്ട് കള്ളിയൊക്കെ വരച്ചിട്ട് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വളരെ എല്ലാവർക്കും ചെയ്യാം. ആദ്യം ഇത് എഴുതി വെക്കുക. പിന്നെ 2020 നവംബർത്തത്, 2020 ഡിസംബർ, 2021 ജനുവരി 3 മാസത്തെയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തത് 6 മാസം ടോട്ടൽ ചെയ്തിട്ടുണ്ടായിരുന്നു, 6 or 4 മാസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 മാസത്തെ കറക്റ്റായി ചെയ്യാം. ഇതടക്കം 4 മാസം. ഓക്കെ, അതേപോലെ അപ്പുറത്ത് പേജ് നമ്പർ 60 മറ്റൊരു വർക്കും കൂടി കാണാം. സാൽ കെ മഹീനോം സെ പരിചയം. സാൽ വർഷവും മാസങ്ങളും പരിചയപ്പെടുക. ഈ നടുവിൽ കൊടുത്ത കള്ളി ശ്രദ്ധിക്കുക. മഹീന, മഹീന എന്ന് പറഞ്ഞാൽ മാസം. അതിൻ്റെ നേരെ നോക്കൂ. പഹല ഒന്നാമത്തെ, ദൂസര രണ്ടാമത്തെ, തീസര മൂന്നാമത്തെ, ചൗദ നാലാമത്തെ, പാഞ്ച്വാം അഞ്ചാമത്തെ, ഛഠ ആറാമത്തെ, സാത്വാം ആട്ടുവാം, നൗവാം, ദസ്വാം, ഗ്യാരവാം, ബാരവാം, അങ്ങനെ വരും. പിന്നെ ഒക്കെ വാം എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ആദ്യത്തെ പഹല, ദൂസര, തീസര, ചൗദ, പാഞ്ച്വാം, ഛഠ അതുവരെ ഇങ്ങനെ വേറെ ഒരു ഓർഡറിലാണ് പോകുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് വാം എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർക്കാം. അപ്പോൾ 12 മാസങ്ങളുണ്ട്. ജനുവരി, ഫെബ്രുവരി. ഇത് ഇതേപോലെ നമ്മൾ എഴുതി വെക്കുക. ഈ വർക്ക് തന്നെ. ഇത് പ്രത്യേകിച്ച് വേറെ ഒന്നും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇതെടുക്കാൻ, അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇതേപോലെ തന്നെ ഇവരെങ്ങനെയാണോ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ളത് അത് അതേപോലെ തന്നെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് നിങ്ങൾ കബീർ ദാസിൻ്റെ ദോഹയുടെ ആശയം നന്നായിട്ട് നോട്ട്സത്തിലേക്ക് എഴുതിയെടുക്കുക, അത് വായിക്കുക, നല്ല വൃത്തിയിൽ എഴുതിയെടുക്കുക, വായിക്കുക. അടുത്തത് റഹീം ഖാൻ്റെ ദോഹ എഴുതിയെടുക്കുക, ദോഹയുടെ ആശയം എഴുതുക. രണ്ടും എഴുതണം. 2 പേരിലും ആദ്യം ദോഹ എഴുതണം, പിന്നെ ആശയം എഴുതണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മാസങ്ങളെ കുറിച്ചിട്ടാണ് എഴുതി വെക്കേണ്ടത്, കലണ്ടർ. പിന്നെ എഴുതി വെക്കേണ്ടത് കലണ്ടറാണ്. ആദ്യം 2015, അടുത്തത് പിന്നെ 2020 നവംബർ, ഡിസംബർ, 2021 ജനുവരി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ യൂണിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എക്സാം വരുന്നുണ്ട്, ക്രിസ്മസ് എക്സാം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പാഠഭാഗങ്ങൾ ഏതാണെന്നൊക്കെ നമ്മൾ അടുത്ത പാർട്ടിൽ പറയും, ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ നന്നായിട്ട് എല്ലാവരും വായിക്കും. ഓക്കെ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ